ഗൈസ്, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വ്ളോഗിന്റെ ഏറ്റവും ഹൈലൈറ്റ് പാർട്ട് എന്താണെന്നറിയോ? I will show something. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ എവിടെയാണെന്നറിയാമോ? എലിഗസ്. ഇപ്പം നമ്മൾ ഡൽഹിയിലാണ് കേട്ടോ. ഡൽഹിയിൽ ഗ്രീൻ കാസിൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഇരിക്കുകയാണ്. നമ്മൾ മണാലിയിലേക്ക് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഡൽഹി വരെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വ്ലോഗാണ് നമ്മൾ ഇന്ന് കാണുന്നത്. രാവിലെ ഇന്ന് വെളുപ്പിന് 5:15 ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഫ്രം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന്. നമ്മൾ 2 o'clock ഒക്കെ ആയപ്പം നാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമുക്ക് 5:15 ആയിരുന്നു ഫ്ലൈറ്റ്. നമ്മൾ അങ്ങനെ ഡൽഹിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം എത്ര? 10:30 11 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം ബസ് വൈകിട്ട് മണാലിയിലേക്ക് പോകും. അപ്പം മണാലിയിലേക്കുള്ള ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. വൈകിട്ട് 7-8 ആ ഒരു ടൈമിലാണ്. അപ്പോൾ അതിനടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടൽ, ഗ്രീൻ കാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ജസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇന്നലെ രാത്രി നമ്മളങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടയർഡ്നെസ് ഉണ്ട്. പിന്നെ രാവിലെ നമ്മൾ ഫ്ലൈറ്റിൽ പോയതുള്ളതൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ ഷോർട്സ് ആയിട്ട് മാത്രം ഷോർട്സ് ഉണ്ട്. ഇനിയിപ്പം ലഞ്ചിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഹലോ ഗൈസ്, അമ്മൂറ് ഫ്ലൈഷ് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ടുഡേ അമ്മു ഫ്ലഷ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ചാമതയ്ക്കാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്നാണ് കഴിച്ചത്? ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ എത്തിയത് ഒരു 10:30 ഒക്കെ ആയപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. നമുക്ക് അവിടുത്തെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ അടുത്ത് തന്നെ ഇങ്ങനെ ഇറങ്ങി നടന്ന് നോക്കി കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്പെഷ്യൽസ് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു ലസ്സിയാണ് അവിടുത്തെ സ്പെഷ്യൽ ലസ്സി. നമ്മൾ നോർത്ത് നിന്ന് ലസ്സി കഴിക്കുമ്പം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. ആദ്യം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആക്ച്വലി നല്ല ടേസ്റ്റി ആയിരുന്നു അവിടുത്തെ ലസ്സി. എനിക്ക് ആ റെഡ് സാധനം ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ല, ആ റെഡ് സാധനം അതിൻ്റെ മുകളിൽ ഒഴിച്ചത് എനിക്ക് ഇഷ്ടമായില്ല. ബാക്കിയെല്ലാം രസമായിരുന്നു. പിന്നെ നമ്മളൊരു താലിയാണ് ഓർഡർ ചെയ്തത്. താലി ആക്ച്വലി ഒരു താലിയാണ് നമ്മൾ 3 പേരും കൂടെ ഓർഡർ ചെയ്തത്. ആക്ച്വലി നമ്മൾ ദരിദ്രവാസികളാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മതി, അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. അവർ ആക്ച്വലി എക്സ്ട്രാ നാനൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് തികയുണ്ടാവില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമുക്കത് ഭയങ്കര കൂടുതലാണ്. ഇന്നലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതേ തിരിച്ച് ഹോട്ടലിലെത്തി. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം റെഡ് ഫോർട്ട് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് 1-2 സ്ഥലങ്ങൾ അവിടെ അടുത്ത് കാണാൻ പോകാനുണ്ട്. പക്ഷെ നമ്മൾ ടയേർഡായിരുന്നു നല്ലോണം. അതുകൊണ്ട് റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ റെഡ് ഫോർട്ട് കാണാൻ പോകാമെന്നുള്ള ഡിസിഷനിലാണ് എത്തിയത്. എന്നിട്ട് നമ്മൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി റെഡ് ഫോർട്ടിലേക്ക് പോയത് ഒരു റിക്ഷ വിളിച്ചിട്ടാണ് കേട്ടോ. ആ ക്ലിപ്പിംഗ് ഇവിടെ കാണാനില്ല. നമുക്ക് ഇങ്ങനെ ഇഷ്ടമാണ് നമ്മൾ സാധാരണ വെഹിക്കിൾ, അവിടുത്തെ ലോക്കൽ വെഹിക്കിൾസും സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നമ്മൾ റിക്ഷയിൽ ഇങ്ങനെ ചവിട്ടുന്ന റിക്ഷ, ഇപ്പം മോട്ടോർ വെച്ച റിക്ഷയിലാണ് പോയത്. കാരണം ഇനി ചവിട്ടി അവിടെ എത്തുമ്പോഴേക്കും എത്ര സമയമാവുന്ന അറിയാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മോട്ടോർ വെച്ച റിക്ഷയിലാണ് കേട്ടോ പോയത്. നമ്മൾ അവിടെ എത്തുമ്പോൾ ഇറങ്ങുമ്പോൾ അത്യാവശ്യം മഴയുടെ ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പിക്കുന്നതേ മഴ പെയ്യാനുള്ള ഒരു പ്ലാന് നമുക്കല്ല, അന്തരീക്ഷത്തിന്, പ്രകൃതിക്ക് മഴ പെയ്യാനുള്ള പ്ലാനായി. പെട്ടെന്ന് പൊടിക്കാറ്റോ കൊടുങ്കാറ്റോ എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ പെട്ടെന്ന് വന്നു. എനിക്ക് തോന്നുന്നു അവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണെന്ന് തോന്നുന്നു. കണ്ടു, ഭയങ്കര ഒരു കാറ്റ്. നമുക്ക് ഇതെന്താ സംഭവിക്കുന്നതെന്ന് പെട്ടെന്ന് അറിയാതെ. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു നോർമലാണ്. ഇങ്ങനെ ഒരു കാറ്റുണ്ടായപ്പോൾ തന്നെ എല്ലാവരും സൈഡിൽ ഒതുങ്ങി നിന്നു. കാറ്റ് കഴിഞ്ഞപ്പോൾ നോർമലായിട്ട് എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം നമ്മളും അങ്ങനെ തന്നെ ചെയ്തു. നമ്മൾ കുറച്ച് നേരം അവിടെ ഒതുങ്ങി നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഹിന്ദി അത്ര പോരാ. അത് കാരണം കൊണ്ട് എങ്ങനെയൊക്കെയോ ചോദിച്ചും പറഞ്ഞും ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നടന്ന് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ടിക്കറ്റൊക്കെ എടുത്തത് നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. റെഡ് ഫോർട്ടിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിനുള്ളിൽ നമുക്ക് കുറച്ചിങ്ങനെ ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഈ സെയിം ഒരു
ആർക്കിടെക്ചറാണ് അവിടെ കാണാനുള്ളത്. ഇങ്ങനെ മാർബിളിലും ഉണ്ടായിരിക്കും, റെഡ് കളറിലുള്ള കല്ലിലും ഉണ്ടായിരിക്കും. ഇങ്ങനെ സെയിം ഒരു ആർക്കിടെക്ചറാണ് അവിടെ ത്രൂ ഔട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് എൻ്റെ ഷോർട്സിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ. അപ്പം പിന്നെ വേറെ നമ്മൾ അതിനകത്ത് ഫുഡ് കഴിക്കാൻ ഒരു ചെറിയൊരു ഏരിയ ഒക്കെ ഉണ്ട്, അതായത് കഫേ പോലത്തെ ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞതേ തിരിച്ച് വീണ്ടും നമ്മൾ റിക്ഷയിൽ തന്നെ നമ്മുടെ റെസ്റ്റോറൻ്റ് അല്ല ഹോട്ടലിലേക്ക് തിരിച്ചു പോവാണ്. നമുക്ക് രാത്രി വീണ്ടും ബസ് ഉണ്ട്, അതുകൊണ്ട് അധികം നേരം നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നില്ല, വേറെ സ്ഥലങ്ങളും കാണാൻ പോയില്ല കേട്ടോ. തിരിച്ച് നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് വന്നു. അവിടുന്ന് ഹോട്ടലിൽ ചായ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ കഴിച്ചുട്ടോ. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് ആ ക്ലിപ്പിംഗ് ഒന്നും ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നമ്മൾ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്യാണ്. നമുക്ക് ഈ കാശ്മീരി ഗേറ്റ് എന്ന മണാലിയിലേക്ക് ബസ് ഉണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 39 നിന്നാണ് ബസ് ഉള്ളത്. ആ 39 പ്ലാറ്റ്ഫോം നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കഷ്ടപ്പെട്ടു ഞങ്ങൾ. അങ്ങനെ കഷ്ടപ്പെട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബസ്സും വന്നിട്ട് ഓൺ ടൈമിനല്ലായിരുന്നു, 8 o'clock ബസ് പറഞ്ഞത്. 8:30 ബസ് എത്തിയപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. അടുത്ത വിശേഷം അടുത്ത വ്ളോഗിൽ കാണിച്ചു തരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.